താൻ എന്താടോ ചിരിക്കുന്നത്? താനാ ചുമരുകൾ കണ്ടു. അതിനെല്ലാം പറയാനുണ്ടോ ഒരു പ്രണയത്തിൻ്റെ കഥ. നിങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സുഖുവിൻ്റെയും താരയുടെയും പോലെ. ആ ഇരിക്ക. അപ്പോ അറ്റൻഡൻസ് എടുത്താലോ? രാഹുൽ പ്രസന്റ് സാർ. പ്രണവ് പ്രസന്റ് സാർ. എടാ ഒന്ന് ഉറച്ചു പറയടാ. പ്രസന്റ് സാർ. ലിജിൻ പ്രസന്റ് സാർ. ഹരി പ്രസന്റ് സാർ. അനഘ പ്രസന്റ് സാർ. മേഘ ആബ്സെന്റ്. രേഷ്മ പ്രസന്റ് സാർ. സാറ പ്രസന്റ് സാർ. മനു പ്രസന്റ് സാർ. മനുവിനെ കാണാനില്ലല്ലോ, ഒന്ന് എഴുന്നേറ്റ് പറ. പ്രസന്റ് സാർ. അജ്മൽ ആബ്സെന്റ്. അജ്മൽ ഇല്ലേ? പ്രസന്റ് സാർ. ഭാസ്കർ ഇല്ല. അവനും ഇല്ലേ? വന്നിട്ടില്ല. അപ്പൊ ക്രിസ്റ്റിയോ? ഇല്ല സാർ. ഡെന്നി ഇല്ല. ഇവനൊക്കെ എവിടെ പോയി കിടക്കുന്നടാ? ഇവനൊക്കെ പഠിക്കുകയും ജീവിക്കാന്നും വേണ്ടേ? ആരാടേ ഈ ഇഞ്ഞാ പിഞ്ഞാ ബോയ്സ്? ഒരു വട്ടം ക്ലാസ്സിൽ കണ്ടിട്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. ഒരു വട്ടം കേട്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളവര് അവരും കണ്ടിട്ടില്ല സാർ. ഓ, അടുത്തറിഞ്ഞവർ ഇവരെ പറ്റി പറയാൻ മടിക്കും. ഇത്രയൊക്കെ പറഞ്ഞാലും അക്ഷരം കൊണ്ട് അത്ഭുതങ്ങൾ തീർത്തവരാണ്. ഓ അത് കറക്റ്റാ. ആരാടാ ഈ ഇഞ്ഞാ പിഞ്ഞാ പിള്ളേര്? ഞങ്ങളാണ് സാർ. നിങ്ങളാണോ? നിങ്ങളാണോടാ ഈ ഞഞ്ഞാ പിഞ്ഞാ ബോയ്സ്? സാർ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഞഞ്ഞാ മിഞ്ഞല്ല, ഇഞ്ഞ ഇഞ്ഞ ഇഞ്ഞ. കേറി ഇരിക്കടാ. ആ നിക്ക് നിന്റെ കൂടെ ഉള്ള മറ്റവൻ എന്തിയേ? എന്താ ലൈറ്റ് ആയത്? നിങ്ങൾ നേരത്തെ സാറേ ഒരു എൻട്രി ഒക്കെ വേണ്ടേ? എൻട്രിയാ? ഇന്ന് ഞഞ്ഞാ പിഞ്ഞാ വർത്താനം പറയാതെ ക്ലാസ്സിൽ കയറിയിട്ടാ. കേറി പോണായിട്ട് സാറ് ബ്ലാക്കിയാണ്. ശരി ശരി. രാവണ വിളിച്ചേ. ഇങ്ങനെ എന്തേട്ടാ? നിനക്ക് ശബ്ദം ഉണ്ടാക്കാൻ അറിയത്തില്ലേ? അല്ലേട്ടാ
ചെരുപ്പിടും സൗണ്ട് ഉണ്ടാകത്തില്ല. നീ സൗണ്ടിലാണ് നടന്നേ. അതിപ്പോ എങ്ങനെയാ ഏട്ടാ? നടക്കടാ. ഡാ നീ പഠിക്കാൻ എങ്ങോട്ട് വരുന്നേ? ഇത് സരസ്വതി ക്ഷേത്രമാണെന്ന് നിനക്കറിയില്ലേ? ഡാ സരസ്വതി ക്ഷേത്രം ആ പഠിക്കാൻ പറഞ്ഞു. അമ്പലത്തിലാണോ ചെരുപ്പിട്ടോണ്ട് വരുന്നത്? അപ്പൊ നിങ്ങളൊക്കെ ചെരുപ്പിട്ടേക്കുന്നേ? അത് ഞങ്ങൾ നിരീശ്വരവാദികളാ. എന്നാ ഞാനും നിരീശ്വരവാദിയാ. അത് വേണ്ട, നീ ചെരുപ്പൂറ. എന്താ ഏട്ടാ? നീ പറയുന്ന കേട്ടാ മതി. എന്താടാ ഒന്നുമില്ല. എന്താടാ നോക്കുന്നത്? പോടാ. പോടാ 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 വിട്ടുപോടാ. ഡാ കളക്ഷനൊക്കെ ഭയങ്കര കുറവാലോ. ആ ഫസ്റ്റ് ബെഞ്ചിലറ്റത്തിരിക്കുന്ന എനിക്ക്. ആഹാ സ്കാനിങ് ഒക്കെ കഴിഞ്ഞോ? പിന്നെ അങ്ങനെയാണെങ്കിൽ ആ സെക്കൻഡ് ബെഞ്ചിൽ അറ്റത്തിരിക്കുന്ന എനിക്ക്. ആ മാസ്ക് ഇട്ട കുട്ടി. അതെനിക്ക്. ആ മാസ്കേ ഞാൻ ഒരുക്കോളാം. അപ്പൊ എനിക്കാ? സമയമാകുമ്പോ പറയാ. ആ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നീ പയ്യനല്ല എവിടെ ഇരി? ഇങ്ങനെ എന്തോടെ നാടകോ? റൊമാൻറ്റിക് ആയിട്ട് വരുമ്പോഴാണ് ഇറങ്ങി പോയാലോ? എന്താ നിങ്ങൾ വെക്കോ, ഞാൻ ഇല്ല. ആ നമുക്ക് പോയാലോ? കുറച്ച് കഴിയട്ടാ വന്നാലോ. മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ സമര മാതൃകയായിരുന്നു സത്യാഗ്രഹം. 1947 ആഗസ്റ്റ് 15 എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഇന്ന് പിടിച്ചോടാ. ഒന്നും സംഭവിച്ചില്ല. കല്യാണം ഒരു കൊടി ഉയർന്നു, ഒരു കൊടി താണു. ആ ഇന്ത്യയുടെ ചരിത്രത്തിൽ 1980 പ്രധാനമായും സംഭവിച്ചു. 1980 എന്ത് സംഭവിച്ചു? പറയണേ നീ പറ. 1980 അല്ലേ സാർ? അല്ല അതെ 1980. ആ ഈ വർഷം പോലെ ഏതാണെന്ന് അറിയാത്താണ്. 1980 പാവങ്ങളുടെ പടത്തലവൻ സഖാവ് എ. കെ. ജിയുടെ നേതൃത്വത്തിൽ അനന്തപുരിയുടെ പെരുമാറിൽ SFIയുടെ നക്ഷത്രാങ്കിത ശുഭ്രപതാക നാട്ടിയപ്പോൾ പിന്നീടുള്ള കാലം സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും രണഭൂമിയായി മാറി. സാർ കഥ വെരി ഗുഡ് വെരി ഗുഡ്. നീ ആരുടെ കിളി പോയി? വല്ല പാർട്ടി ക്ലാസ്സിൽ പോയി പറഞ്ഞാ മതി. ആ ലാസ്റ്റ് ബെഞ്ചിരിക്കുന്ന ചെക്കൻ കൊള്ളാല്ലേ? ബാക്കിലെ ബെഞ്ചിലോട്ട് നോക്കിയേ. കണ്ടോ? കോഴി. എന്നാലും സ്വന്തം ക്ലാസ്സിൽ പഠിച്ച റാഗ് ചെയ്ത് മോശമായി പോയി. ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തോട് ചേർന്നായി വളരെ മോശമായി പോയി. സ്ഥലപരിചയം പോരാത്തതും കാറ്റ് പ്രതികൂലമായതുമാണ് ഇതിന് കാരണം. ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ഗാമ അവിടെ നോട്ടം കണ്ടില്ലേ? മൊസാംബിക്കിലാണ് താവളമൊരുക്കിയത്. പണിയാവോ? ആ വല്ലതും മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കടാ. നീ എന്താ? അവൻ ചെന്ന് കംപ്ലൈന്റ് ചെയ്താലോ? സ്വർണ്ണവും പഠിപ്പിയല്ല. വെള്ളിയും സുഗന്ധവ്യഞ്ജനങ്ങളും ആയി പഠിപ്പിയാളാ പണി തന്നെ. ഇവിടെ വ്യാപാരത്തിനെത്തിയിരുന്നു. ഇവിടെ നിന്നാണ് പൊക്കൊണ്ട് നമ്മുടെ ഇമേജും എല്ലാം പോകും. ആണെന്ന് അദ്ദേഹം ഇനിയിപ്പോ എന്ത് ചെയ്യും? അവിടെ വെച്ചുറപ്പിച്ചു. എങ്ങനെ? പിടിച്ചിട്ടുണ്ടെന്ന് പൊട്ടിച്ചത്. ഇത്ര ലോക്കലായിട്ട് ചിന്തിക്കട്ടെ, കുറച്ച് ഇൻസ്പിറേഷൻ ആയിട്ട് ചിന്തിക്കുക. അദ്ദേഹം അവിടെ വെച്ചുറപ്പിച്ചു. കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. മുസ്ലിം വ്യാപാരിയായി മുളയിലേ എന്നുള്ളതാണ്. മോളെ മുള മുളയല്ലടാ മുള. എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കാണിച്ചു പോയി. ശബാഷ്. എഴുന്നേൽക്കണോ? നിന്നെ നിന്നെ ഞാനിവിടെ എന്താ പഠിപ്പിക്കുന്ന അറിയാവോ തനിക്ക്? നല്ല അടുത്താ ചോദിച്ചു. ഹിസ്റ്ററി അല്ലേ സാറേ? അതല്ല. ജോഗ്രഫി അതല്ലേ? അല്ല അതാണ്. എടാ ഞാൻ ഇപ്പൊ ഇവിടെ ഏത് പോർഷനാ പഠിപ്പിക്കുന്ന അറിയാവോ? ബയോളജി. അത് സാറിന് അറിയത്തില്ലേ? ആ, ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ വിദേശിയുടെ പേര് പറ. നിങ്ങളെന്താടാ? ആഹാ, നിനക്ക് അങ്ങനെ അല്ല സാറേ, നാളെ വരുമ്പോഴേ നിന്റെ തന്ത സേവരനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. All of you get out. പൊന്നി അത് നമ്മളെന്ത് ചെയ്യും? ടാറ്റാ. ഓരോന്ന് രാവിലെ കുറ്റിയും പറിച്ച് ഇറങ്ങിക്കോളും. നാളെ എല്ലാവരും അച്ഛനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. ആ പിന്നെ സാർ എനിക്ക് അച്ഛനില്ല സാർ. എന്നുമുതല് ചുമ്മാ സാറേ, ഇവന് അച്ഛനൊക്കെ ഉണ്ട്. അച്ഛൻ വീട്ടില്ലെന്ന് പറഞ്ഞു. ഇറങ്ങി പോടാ ക്ലാസ്സിൽ. സാർ സാർ ഒരു സംശയം. സത്യത്തിൽ ആരാ അവിടെ കാലുത്തിയ? എൻ്റെ അച്ഛൻ ഇബൻ ബത്തൂത്തെ കുറിച്ച് നീ കേട്ടോ? പോരിങ്ങ പോയി. ആരെത്തി പിടിച്ചെന്ന്? ഇബൻ ബത്തൂത്ത ഓടാ ഇറങ്ങി. ആരോ എത്തിപ്പിടിച്ചെന്ന്? അങ്ങനെ തന്നെ വിളിച്ചാൽ നീയല്ലേ വിളിച്ചേ? ചിഞ്ചു ഇവിടെ അല്ലടി സാറന്മാരുടെ ഇത്തരം നിഷ്ഠൂരമായ നിഷ്ഠൂരമായ അല്ല നിഷ്ഠൂരാണല്ലോ. ഒന്ന് പോയാ നീ.
കണ്ണുകളിൽ കുളിരലയായി നുകരാം ഞാൻ നിൻ മധുരം. നീ വരുവോളം വഴിയരികെ ഒന്നാവാൻ നാം എന്നും പോകെ. നീ അരികെ ഞാൻ തീരം തേടും തിരയായലഞ്ഞു ചാരെ വന്നിടാം. ഓമലെ ചുടുശ്വാസമായി നെഞ്ചം ചേർന്നിടാം. കാതലേ ഒരു നോക്കിനായി എന്നും നീയേ. ഒരു ചിരിയിൽ നറുമൊഴിയിൽ ചേർന്നിടാം നിന്നതരം. എന്തോ നോക്കിക്കൊണ്ട് നിൽക്കടാ. അല്ല സാറേ, ആ കൊച്ചു മാത്രം മാസ്ക് ഇട്ടേക്കുന്നത്. എന്ത് പറ്റി കുട്ടി? ഒരു ചെറിയ പനിയുണ്ട് സർ. കണ്ടു പഠിക്കടാ നീയൊക്കെ. നല്ല സാമൂഹ്യ ബോധമുള്ള കുട്ടി. കാണാൻ നിനക്കൊക്കെ വേണ്ടി ആ കുട്ടി മാസ്ക് ഇട്ടിരിക്കുന്നു. എനിക്കോ? സാറേ ഒരു സംശയം. എന്തോ നാടാ. സാറെന്നാ മാസ്ക് വെക്കത്ത്? ആ ബെല്ലടിച്ചു. അടുത്ത ക്ലാസ്സിൽ കാണാം. ആ സാറന്മാർക്കൊക്കെ എന്തോ ആവാല്ലേ. ശരി. സാറേ സാറൊക്കെല്ലാം മനസ്സിലായല്ലോ അല്ലേ? സാറയുടെ വീട് എവിടെ? ഇവിടെ കുറച്ച് അടുത്താണ്. എങ്ങനെയാ വരുന്നത്? ബസ്സിലാ? ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടായിരുന്നു. ഒലിപ്പിച്ചിറക്കുന്നുണ്ട്. രാവിലെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. എന്താ മൂത്ത ക്ഷീണം? ഇവന് കൊഞ്ചുകൂടെ എന്റെ പെണ്ണ് മാത്രമേ കിട്ടുള്ളൂ. അതെന്താ കഴിക്കാന്? നിന്റെ പെണ്ണ അല്ല, എന്റെ പെണ്ണാവുമല്ലോ. ആ ശരിയെന്നാ. സാറാ വെള്ളമുണ്ടോ? അവന് വെള്ളം ഞാൻ കൊടുക്കടാ. നിനക്ക് വെള്ളം ഞാൻ ഇറക്കാം. പഠിക്കാൻ വന്നോണെ പഠിച്ചിട്ട് പോണം. ഇവിടെ കിടന്ന് നീ ഷോ ഇറക്കുന്നതിന്റെ കണ്ണും കണ്ണാടി അടിച്ചു പൊട്ടി. ഓടാ. എന്ത് പറ്റി? അടിച്ചവനു പോകുന്ന പോക്ക് കണ്ട കണ്ണും പോയി കണ്ണാടി പോയി.